ഇയാളാ ഹലോ താനാണോ സൂചിച്ചേർന്ന വണ്ടിയിൽ ഫോൺ എടുത്ത് ഇവിടെ കണ്ടവരുണ്ടല്ലോ? ഞാൻ കണ്ടതാണല്ലോ. അയാള് കണ്ടല്ലേ? എന്റെ കവറൊന്ന് പറഞ്ഞേ നോക്കട്ടെ. താനെന്നാൾ തോന്നിയ കവർ പറഞ്ഞേ, ഞാൻ ഫോൺ വിളിച്ച് നോക്കട്ടെ. താൻ എടുത്തിട്ടില്ലെങ്കിൽ തനിക്ക് പേടിക്കണോ? കവർ എടുക്കണോ? അതങ്ങനെ പറഞ്ഞ എങ്ങനെ ശരി? ആള് കണ്ടല്ലോ? ഞാൻ കണ്ടതാണ്. താനാ ഫോൺ എടുക്കടോ. ഇതെന്റെ ഫോണാണല്ലോ ഇത്. ചേട്ടന്റെ ഫോൺ ഇതെന്റെ ഫോണാണ്. ഇതാണെന്ന് ഉറപ്പല്ലേ? എന്റെ ഫോണാണ്. ഇനി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയണ്ട എനിക്ക്? എടുത്ത് തനിക്ക് എന്തെങ്കിലും പറയാണ്ട്? നീ താൻ ഇയാളുടെ ഫോൺ എടുത്ത് പിന്നെ താഴെ ഇയാളുടെ ഫോൺ എടുത്തെന്ന് ഇയാള് സമ്മതിക്കണില്ല. ഇയാളുടെ അമ്മക്ക് ചികിത്സക്കുള്ള ഫോൺ മാസങ്ങളെ പടിയുണ്ടായിട്ട് 10-20 വർഷവും എൻ്റെ ഭാര്യക്ക് ക്യാൻസർ രോഗമുണ്ട്. പൈസ ഇല്ല, അരി മേടിക്കണം. അങ്ങനെ എടുത്തു പോയതാണ്. എന്നെ ഉപദ്രവിക്കരുത്. എടാ ഞാനിപ്പോ വരാ. എൻ്റെ മൊബൈൽ ഫോൺ മോഷണം പോയി, ഇപ്പോഴാ കിട്ടിയത്. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ തൊട്ടാ. ഓക്കെ. അപ്പൊ തൻ്റെ വർഷം എന്താ? അമ്മ ഹോസ്പിറ്റലിലാണ്. തറവാട്ടിൽ നിന്ന് അനിയൻ വിളിച്ചിരുന്നു. 10-20,000 രൂപ ഹോസ്പിറ്റലിൽ അടക്കണം. പൈസ ഇല്ലാത്തതുകൊണ്ട് മൊബൈൽ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്താണ് ഇയാൾ എൻ്റെ മൊബൈൽ മോഷ്ടിച്ചത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരെ കയറി കൈ വെക്കുക. കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് പ്രതികരിച്ചാൽ പോരെ. ഇവർ രണ്ടുപേരും വികാരം ഒന്നാടാ, വലിയ വ്യത്യാസങ്ങളില്ല. ഇവിടെ ഹോസ്പിറ്റൽ കേസാണെങ്കിൽ ഇവിടെ വിശപ്പാണ്. നമ്മളിപ്പോൾ ചെറുപ്പക്കാർക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളുള്ളത്. സുചേട്ടാ എന്താ നമ്പർ കയ്യിലില്ലേ? ഒന്ന് വിളിച്ചൂടെ? എടാ ആരെന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചുതരാൻ എൻ്റെ കയ്യിലില്ലടാ. എത്ര നാളായി പണി ഉണ്ടായിട്ടെന്ന് അറിയൂ. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് മൊബൈൽ വിൽക്കാൻ ശ്രമിച്ചത്. ചേട്ടാ ഹോസ്പിറ്റലിലേക്ക് കിട്ടോ? അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടേക്കാം. ഫോണൊന്നും വേണ്ട ചേട്ടാ, ഇതൊക്കെ ഒരു മനുഷ്യത്വമല്ലേ. പൊക്കോട്ടെ ചെല്ല്. ചേട്ടൻ്റെ വീട് എവിടെ? എൻ്റെ വീട് വരാപ്പുഴ. എടാ നീ ആളൊന്ന് വീട്ടിലാക്കണം. പോകുന്ന നോക്കി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആളുടെ വൈഫിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ എന്നൊന്ന് വിളിക്കണം. നമുക്ക് നോക്കാട്ടോ എന്താ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, നമ്മളൊക്കെ ഇല്ലേ